വലിയ ഉപകാരം സാർ. ഒരു ജോലി സമ്പാദിക്കുന്നതിനെ പറ്റി ഞാൻ വളരെ വറീഡായിരുന്നു. സാറിനെ പരിചയപ്പെടാൻ സാധിച്ചത് എന്റെ മഹാഭാഗ്യമാണ്. അതാണ് എന്റെ സ്പെഷ്യാലിറ്റി. ഏത് മനുഷ്യരെ എനിക്കറിയാം. മനുഷ്യർക്ക് ദുഃഖം വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ എത്തും. നാളെ തന്നെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സാർ. എവിടെയാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും ഒരു ലോഡ്ജിൽ ഒരു മുറി കണ്ടുപിടിക്കണം. നല്ല മുറി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വാടക കൂടുതലും. പോരെങ്കിൽ എല്ലാ ലോഡ്ജുകളിലും മോഷണം. മേനോന് വിരോധമില്ലെങ്കിൽ എന്റെ ഔട്ട് ഹൗസിൽ താമസിക്കാം. ഏത്? അത് സാറിന് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, വാട്ട് ഡു യു മീൻ? എന്റെ കൂടെ പ്രവർത്തിക്കുന്നവരുടെ സുഖവും സൗകര്യവുമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. ഇന്ന് ഞാൻ അങ്ങോട്ട് പോന്നോളൂ. താങ്ക് യു സാർ. ശ്രീമതി, ആ പയ്യൻ നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ വള്ളം കരയ്ക്കടുക്കുന്നു. ഏത് വള്ളം? വള്ളമല്ല, കപ്പൽ. നീ മാറ്. ജാനകി, മോളെ ജാനകി. എന്താച്ചാ? നീ നേരെ ഔട്ട് ഹൗസിലേക്ക് ചെല്ലണം. ഔട്ട് ഹൗസിലേക്കോ? എന്തിന്? നീ ഇന്നലെ കണ്ടില്ലേ മോളെ ബാങ്കർ കേശവനുവിന്റെ മകൻ? അയാൾ ചിലപ്പോൾ ഊണ് കഴിക്കാൻ ഹോട്ടലിലേക്ക് പോയേക്കും. അത് പാടില്ല. നീ അയാളെ ക്ഷണിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. ചെല്ല്. അതിന് ജാനകി എന്തിനു പോണം? ഇവിടെ ജോലിക്കാരില്ലേ? ഓ, നിന്നെപ്പോലൊരു പരമ മണ്ടി. മോള് ചെല്ലു മോളെ. നമ്മുടെ മോള് ഉണ്ണാൻ ക്ഷണിക്കുന്നതോടെ അടുപ്പത്തിന്റെ ആദ്യത്തെ പടവ് കഴിയും. അടുത്ത പടി അവരങ്ങ് പരിചയപ്പെടും. പിന്നെ അറിയാതെ അവരങ്ങ് സ്നേഹിക്കും. അത് ഞാനറിയും. പിടിച്ചങ്ങ് കല്യാണം കഴിപ്പിക്കും. ഏത്? സാർ. നിങ്ങളോ? എന്താ വിശേഷിച്ച്? കടന്നിരിക്കാമല്ലോ. അച്ഛൻ പറഞ്ഞു വീട്ടിൽ ഊണ് കഴിക്കാമെന്ന്. എന്താ പ്രത്യേകിച്ച്? ഇന്ന് പിറന്നാൾ സദ്യ വല്ലതാണോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. അച്ഛൻ പറഞ്ഞു സാർ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചാൽ മതിയെന്ന്. എന്താ, ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. പയ്യൻ വന്നു. ഞാൻ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നീ കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞ് ഓരോന്നാ വിളമ്പിക്കൊണ്ടിരിക്കണം. ഏത്? മനസ്സിലായോ? നമസ്കാരം. 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 വരണം വരണം വരണം. കേട്ടോ മിസ്റ്റർ മേനോൻ, എന്റെ ഭാര്യയ്ക്ക് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകിച്ചൊരു ശ്രദ്ധ. അവർക്ക് ആൺമക്കളില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കാതെ ഇവിടെ നിന്ന് തന്നെ കഴിക്കണമെന്ന്. ഇരിക്കണം ഇരിക്കണം. മതി. കഴിക്കണം കഴിക്കണം. എങ്ങനെയുണ്ട്? മതി, നന്നായിരിക്കുന്നു. നന്നായിരിക്കാൻ ഇടയില്ല. എന്റെ മകള് അവളുടെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. അവൾ നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യും. കല്യാണം കഴിക്കുന്നവന്റെ ഭാഗ്യം. കഴിക്കണം. അയ്യോ, എനിക്ക് മതി. കഴിക്കണം. സമാധാനമായി കഴിക്കട്ടെ. നീ വിളമ്പ്. മതി മതി മതി. കഴിക്കണം. പിന്നെ താമസമൊക്കെ എങ്ങനെയുണ്ട്? ഇതിൽ കൂടുതൽ എന്ത് സൗകര്യം വേണം? എനിക്ക് ഓഫീസ് എന്ന് പറയുന്നത് എന്റെ സ്വന്തം കുടുംബം പോലെയാണ്. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവർക്കും വിഷമമുണ്ടാകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് വൃത്തികെട്ട ആഹാരം കഴിച്ചാൽ അസുഖം പിടിപെടും. അസുഖം പിടിപെട്ടാൽ ആരോഗ്യം നഷ്ടപ്പെടും. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ആർക്കാണ് നഷ്ടം? എന്റെ മകൾക്ക്. ഡാഡി. അതായത് നിന്റെ അമ്മയ്ക്ക്. എന്റെ അമ്മയ്ക്കോ? അമ്മയ്ക്ക്, മിസ്റ്റർ മേനോന്റെ അമ്മയ്ക്ക്. മിസ്റ്റർ മേനോൻ, നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ചെല്ലാം ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ അച്ഛൻ ദാനത്തിന്റെ കാര്യത്തിൽ കർണനും ധൈര്യത്തിന്റെ കാര്യത്തിൽ. ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? എല്ലാം എനിക്കറിയാം. നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാമല്ലോ. ഏതായാലും ഇനിമേൽ ആഹാരം ഇവിടെ നിന്ന് കഴിച്ചാൽ മതി. ഏത്? അതൊക്കെ ഉപദ്രവമാവും. ഉപദ്രവമോ? അതെന്റെ ഡ്യൂട്ടിയാണ്, ഞങ്ങളുടെ കടമ. കഴിക്കണം. അയ്യോ മതി, ഇത്രയൊക്കെ കഴിക്കാൻ എനിക്ക് ആവില്ല. നീ വിളമ്പ്, മേനോൻ കഴിച്ചോളും. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതല്ലേ, അല്ലേ മിസ്റ്റർ മേനോൻ? അദ്ദേഹം കഴിച്ചോട്ടെ. കഴിക്കണം. അഥവാ ഞാനും സുകുമാരി അമ്മയും ഇവിടെ ഇല്ലെങ്കിൽ ജാനകിയെ വിളിച്ച്
ചോറ് വിളമ്പിച്ച് കഴിച്ചോളണം. ഏത് ഇത് സ്വന്തം വീട് പോലെ കരുതിക്കൊള്ളണം. ശരി സാർ. നീ വിളമ്പ്. അവിടെ അല്ലെന്ന് ഇവിടെ. സാർ, വരൂ. എന്തിനാ ഇതൊക്കെ? അച്ഛൻ പറഞ്ഞു ഫ്രൂട്ട്സ് തരാൻ മറന്നുപോയി, ഇവിടെ കൊണ്ടുതരാൻ. വയറ് ഫുള്ളായി, നിൽക്കാനും ഇരിക്കാനും വയ്യ. അതാ കിടക്കാമെന്ന് വിചാരിച്ചു. ഇതിലൽപ്പം കഴിച്ചിട്ട് കിടന്നോളൂ. ഇരിക്കൂ. നല്ല കൈപുണ്യം. ഇത്ര സ്വാദുള്ള ഭക്ഷണം കഴിച്ച കാലമേ മറന്നു. എന്തിനാ ചിരിക്കുന്നേ? പാചകം ചെയ്തത് ഞാനല്ല, ഞങ്ങളുടെ കുക്ക. പിന്നെ അച്ഛൻ പറഞ്ഞതോ? ബടായി. ഏയ്, അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല. ഇത്ര സ്നേഹമുള്ള ഒരു നല്ല മനുഷ്യൻ. എന്തിനാ വീട്ടിൽ ചിരിക്കുന്നേ? ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ചിരിക്കുന്നു. നിങ്ങളൊക്കെ വലിയ ആളുകൾ, എന്തിലും ചിരി കണ്ടെത്താം. തൊഴിൽ കിട്ടാത്ത ഈ കാലത്ത് എവിടെ പോയാലും നോ വേക്കൻസി ബോർഡുകൾ മാത്രം തൂക്കിയിട്ടിരിക്കുമ്പോൾ അദ്ദേഹം എനിക്കൊരു ജോലി തന്നു. എനിക്ക് ചിരിക്കാനല്ല തോന്നുന്നത്, അദ്ദേഹത്തിന്റെ കാല് തൊട്ട് കണ്ണിൽ വെക്കാനാ. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യരുതേ. ഞാൻ ചിരിച്ചു മണ്ണ് തപ്പിപ്പോവും. അതെന്തിന്? എന്റെ അച്ഛൻ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ആരെയും സഹായിച്ചതായിട്ട് എനിക്കറിയില്ല. നിങ്ങൾ ബാങ്കർ കേശവ മേനൻ അദ്ദേഹത്തിന്റെ മകനായതുകൊണ്ടാണ് ഈ സ്വീകരണവും ആർഭാടവും ഒക്കെ. ബാങ്കർ കേശവ മേനോനോ? അതാര്? അത്രയധികം മിടുക്കനൊന്നും ആവണ്ട, എനിക്കെല്ലാം അറിയാം. ഒന്നുമില്ലായിരുന്നു എന്റെ അച്ഛന്. ഇത്രയൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം, വലിയ വീട്ടുകാരുമായി ബന്ധപ്പെടണം. അതിനാണ് ഈ സ്നേഹവും സൽക്കാരവും ഒക്കെ. അതിന് ഞാൻ അങ്ങനെ വലിയ തറവാട്ടുകാരനൊന്നും അല്ലല്ലോ. കൊള്ളാം. ബാങ്കർ കേശവ മേനൻ അദ്ദേഹത്തിന്റെ മകൻ വലിയ തറവാട്ടുകാരനല്ലെന്നോ? എനിക്ക് അങ്ങനെ ഒരാളെ പറ്റി അറിയാനേ പാടില്ല. സത്യം? സത്യം. പിന്നെ എങ്ങനെ അന്ന് വീട്ടിൽ വന്നു? ഞാൻ പാവപ്പെട്ട ഒരു മനുഷ്യൻ, കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ഡിഗ്രി എടുത്തു. ജോലി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അയാൾ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ സന്തോഷത്തോടെ കൂടെ പോയി. ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അച്ഛൻ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് ഉള്ള സത്യമൊക്കെ തുറന്നു പറയും. ഇല്ലെങ്കിൽ അതൊരു വലിയ അപരാധമാവും. ഞാനൊന്ന് പറഞ്ഞോട്ടെ? അച്ഛനോട് ഇപ്പൊ ഒന്നും പറയണ്ട. പറയാതിരിക്കുന്നത് തെറ്റല്ലേ? ആയിരിക്കാം, പക്ഷേ പറയണ്ട. എന്തുകൊണ്ട്? പറഞ്ഞാൽ ആ നിമിഷം നിങ്ങളെ പുറത്താക്കും. ആക്കിക്കോട്ടെ. പട്ടിണി കിടന്നാലും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച്. അതെനിക്ക് വേണ്ടിയാണെങ്കിൽ